പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു മേൽശാന്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പൂജാവിധികളൊക്കെ വളരെ മനോഹരമായിട്ട് നടത്തുന്നതുകൊണ്ട് തിരുമേനിയെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പതിവ് പോലെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രനട തുറന്നിട്ട് കണ്ണൻ്റെ നിർമ്മാല്യം ഇങ്ങനെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കണ്ണൻ്റെ പൂമേനിയിലെ നിർമ്മാല്യങ്ങളെല്ലാം ഓരോന്നായിട്ട് മാറ്റാൻ തുടങ്ങി. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അവിടെയായിട്ട് കുറച്ച് കളഭവും പൂക്കളൊക്കെ ഇരിക്കുന്നുണ്ട്. അതും ശ്രദ്ധയോടെ എടുത്ത് മാറ്റി. ഇതും കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കണ്ണൻ്റെ കവിളിൽ ഒരു പൂവ് ഇരിക്കുന്നുണ്ടായിരുന്നു. തിരുമേനി അത് കണ്ണൻ്റെ കവിളിൽ നിന്ന് അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് കിട്ടണില്ല. പലതവണ എടുക്കാൻ ശ്രമിച്ചിട്ടും ആ പൂവ് മാത്രം അടർന്നു വരുന്നില്ല. അവസാനം തിരുമേനി കുറച്ച് തീർത്തെടുത്ത് തളിച്ചിട്ട് മുഖത്തു നിന്ന് ആ പൂവ് നുള്ളി എടുക്കുകയും ചെയ്തു. അങ്ങനെ മറ്റു പൂജകളെല്ലാം കഴിഞ്ഞ് കണ്ണനെ ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കി. ഉച്ചപൂജ കഴിഞ്ഞിട്ട് തിരുമേനിക്കൊരു ചെറിയ ക്ഷീണം തോന്നി. അദ്ദേഹം വിശ്രമിക്കാൻ പോയി. അങ്ങനെ കിടക്കുമ്പോൾ തിരുമേനിക്ക് കയ്യിൽ വല്ലാത്തൊരു വേദന തോന്നി. വേദനയാണെങ്കിൽ കൂടിക്കൂടി വരും ചെയ്യുന്നു. അവിടെ ഇരുന്ന ഒരു ഓയിൽമെൻ്റ് എടുത്ത് പുരട്ടി നോക്കി, വേദന മാറുന്നില്ല. അപ്പോഴാണ് വൈദ്യമഠത്തിലെ മുത്തശ്ശൻ അവിടേക്ക് വന്നത്. മുത്തശ്ശൻ എപ്പോഴും ഗുരുവായൂരിൽ തൊഴാൻ വരാറുണ്ടായിരുന്നു. അങ്ങനെ തിരുമേനിയുടെ കൈക്ക് വേദനയാണെന്ന് അറിഞ്ഞപ്പോൾ മുത്തശ്ശൻ കൈ പരിശോധിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേറൊരു ലേപനം എടുത്തിട്ട് പുരട്ടാൻ കൊടുത്തു. ഇത് തേച്ച് കഴിഞ്ഞാൽ വേദന പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ മേൽശാന്തി വിശ്രമിക്കുക. അതായിട്ടൊന്ന് മയങ്ങിപ്പോയപ്പോഴാണ് തിരുമേനി ഒരു കാൽത്തളം നാദം കേട്ടിട്ട് തല ഉയർത്തി നോക്കി. ആരെയും കാണാനില്ല. അദ്ദേഹം വീണ്ടും കിടന്നു. പിന്നെയും ശബ്ദം കേട്ട് നോക്കി, പക്ഷേ തിരുമേനി ആരെയും കാണാനില്ല. അപ്പോൾ തിരുമേനി ചോദിച്ചു, ആരാണ് എന്ന്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു ശബ്ദത്തിൽ ഞാനാണ് എന്നുള്ള മറുപടി വന്നു. തിരുമേനി അപ്പോൾ പിന്നെയും ചോദിക്കണം, എനിക്ക് മനസ്സിലായില്ലേ ആരാണെന്ന് നോക്കുമ്പോൾ ഞാൻ തന്നെയാണ് മേൽശാന്തി, ഇപ്പോൾ കയ്യിലെ വേദന എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു. ഇപ്പോഴും തിരുമേനിക്ക് ആളെ അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എഴുന്നേറ്റ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കൈ വേദനയായിട്ട് കിടക്കുകയാണ്. എൻ്റെ അസുഖവിവരം അന്വേഷിച്ച് വന്നവരാണെന്ന് മനസ്സിലായി, പക്ഷെ ആരാണെന്ന് മനസ്സിലാവണില്ല പറഞ്ഞു. അപ്പോൾ ആ സുന്ദരമായിട്ടുള്ള ശബ്ദം പിന്നെയും കേൾക്കുകയാണ്, ഇത് ഞാനാണ് മേൽശാന്തി, അങ്ങയുടെ സ്വന്തം കണ്ണൻ. ഇങ്ങനെ പറഞ്ഞ് തീരും മുമ്പേ മേൽശാന്തിയുടെ മുമ്പിലേക്ക് ആ ഉണ്ണിക്കണ്ണൻ ഓടക്കുഴലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ്, നടന്ന് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ മേൽശാന്തിക്ക് കയ്യിലെ വേദന എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പോൾ തിരുമേനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ കണ്ണൻ എൻ്റെ അടുത്ത് വന്നിട്ട് മുമ്പിൽ വന്നതുകൊണ്ട് കയ്യിലെ വേദനയെക്കുറിച്ചാണ് ചോദിക്കണം അല്ലേ. അങ്ങനെ തിരുമേനി സന്തോഷം കൊണ്ട് കരഞ്ഞു. അങ്ങനെ ആനന്ദാശ്രുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുമേനി ചോദിച്ചു, എന്താ കണ്ണ അങ്ങനെ ചോദിക്കണം? കണ്ണൻ പറയുകയാണ്, അപ്പോൾ അല്ലയോ മേൽശാന്തി, അങ്ങ് ഇന്ന് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എൻ്റെ കവിളിൽ നിന്ന് നുള്ളി പൂവ് എടുത്തപ്പോൾ എനിക്ക് എത്ര വേദനിച്ചു എന്നറിയോ? തിരുമേനി നോക്കിക്കേ, എൻ്റെ കവിള് ഇപ്പോഴും ചുമന്ന് കിടക്കുന്നുണ്ട്. മേൽശാന്തി കണ്ണൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കണ്ണൻ പറഞ്ഞ്, ശരിയാണ്, മുഖം ചുവന്നിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനോട് പറയണം, എന്നോട് പൊറുക്കൂ കണ്ണ, എൻ്റെ കണ്ണന് ഇത്രയും വേദനിക്കുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ പറഞ്ഞു. കണ്ണൻ പറയാം, തിരുമേനി എന്താ വിചാരിച്ചത്? ഞാൻ വെറുമൊരു കല്ലാണെന്നോ? ഞാൻ വെറുമൊരു അഞ്ജനശില മാത്രമാണെന്ന് അങ്ങ് വിചാരിച്ചുവോ? ഞാൻ ഇതിലില്ല എന്ന് കരുതിയോ? ഇതെല്ലാം കേട്ടപ്പോൾ തിരുമേനി കണ്ണനോട് പറഞ്ഞു, എൻ്റെ കണ്ണ, കാർമുകിൽ പറഞ്ഞ അടിയനോട് പൊറുക്കണേ, സമസ്താപരാധവും പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് കണ്ണൻ്റെ കാലിൽ വീണു. തിരുമേനിയുടെ കയ്യിലെ വേദന കൂടിക്കൂടി വന്നപ്പോൾ കണ്ണൻ തിരുമേനിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എവിടെ ഞാൻ നോക്കട്ടെ തിരുമേനിയുടെ കൈയെന്ന് പറഞ്ഞു. എനിക്ക് തിരുമേനിയെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ വേദനിച്ചപ്പോൾ ആ വേദന കുറച്ച് അങ്ങേക്കും തരാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ, സാരില്ല, പേടിക്കണ്ട. കണ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ട് ആ കുഞ്ഞി കൈ കൊണ്ട് തിരുമേനിയുടെ കൈ തലോടി കൊടുത്തു. കണ്ണൻ വീണ്ടും പറഞ്ഞു, തിരുമേനി സാരില്ല കേട്ടോ, ഇപ്പോൾ വേദന മാറും, ഇനി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞിട്ട് കണ്ണൻ മറിഞ്ഞുപോയി. പെട്ടെന്ന് മേൽശാന്തി ഞെട്ടി എണീറ്റു. അവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു, എൻ്റെ വേദന മാറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കേട്ട വൈദ്യമഠത്തിൽ മുത്തച്ഛൻ പറഞ്ഞു, വേദന മാറിയില്ലേ, ഞാൻ തന്ന മരുന്നുകൊണ്ടാണ് എന്ന്. അപ്പോൾ തിരുവേനി പറയുക, അല്ല, എൻ്റെ കണ്ണനാണ് വന്ന് എൻ്റെ വേദന മാറ്റി തന്നത്, എൻ്റെ കണ്ണനാണ് എന്നെ പിടിച്ചത്, അങ്ങനെയാണ് വേദന മാറിയെന്ന് പറഞ്ഞു. മുത്തച്ഛൻ ഓടി വന്ന് മേൽശാന്തിയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുക, തിരുമേനി അങ്ങേക്ക് ഇതിൽ പരം ഭാഗ്യം ഇനി എന്താ കിട്ടാനുള്ളത്? അദ്ദേഹം കണ്ണൻ തലോടി ആ കൈ തൊഴുതു. ശ്രീലകത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ നമ്മൾ കൃഷ്ണനായി തന്നെ കാണണം. അതിൽ വെറും ശിലയോ കല്ലോ ആയി നമ്മൾ കാണരുത്. ഇതുതന്നെയാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നതും. നിഷ്കളങ്ക ഭക്തിയോടെ നമ്മൾ ഭഗവാനെ സ്മരിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ രൂപത്തിലും ഭാവത്തിലും നിമിത്തങ്ങളായിട്ട് ഭഗവാൻ ദർശനം തരും. അതിനായി ഭക്തിയോടെ ക്ഷമയോടെ കാത്തിരിക്കുക നമുക്ക്.